ഹായ്. അപ്പോൾ ഇന്ന് വീഡിയോ ഉള്ളത് നമ്മൾ വന്നിട്ടുള്ളത് ഏനാമാവ് കെട്ടിങ്ങിൻ്റെ ഭാഗം ഉണ്ടല്ലോ, കെട്ടിങ്ങിൽ എന്ന് പറയും ഏനാമാവിൻ്റെ അവിടെ ഈ കാണുന്ന സംഭവം പോലെ പുഴ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ടുള്ളൊരു പാലാണ്. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. നല്ല അടിപൊളി സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വിഷ്വൽസ് ഞാൻ എൻ്റെ കൂടെ കാണിച്ചു തരാം. നല്ല അടിപൊളി സ്ഥലമാണ്, മീൻപിടുത്തം അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റിയ സൂപ്പർ സ്ഥലം. ഞാൻ എൻ്റെ വീഡിയോൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളതിൻ്റെ ബാക്കിലേ കുറച്ച് തെങ്ങിൻ്റെ മുട്ടികളുണ്ടാകും. ഈ തെങ്ങിൻ്റെ മുട്ടി എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെള്ളമല്ലേ, നല്ല വെള്ളം മൊത്തം ഇവർ ഇവിടെ കെട്ടി നിർത്തും പാടത്ത് മറ്റേ കൃഷിക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കെട്ടി നിർത്തുന്ന വെള്ളത്തിലേക്ക് നമ്മളെ ഈ തൂണുകൾ ഇറക്കില്ലേ, മണ്ണ് കെട്ടി നിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ തൂണുകളൊക്കെ ഇറക്കി നിർത്താനുള്ളൊരു എന്താ പറയുക, തടയണ കെട്ടാൻ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവം കെട്ടാൻ വേണ്ടിയിട്ടുള്ള തെങ്ങിൻ്റെ തടികളാണത്. അത് ഈ കാണുന്ന ഈ ഭാഗമല്ലേ, ഈ ഭാഗം ഇതിൻ്റെ നേരെ സ്ട്രെയിറ്റ് അങ്ങോട്ട് ഒരു തടയണ കെട്ടും. തടയണ കെട്ടിയിട്ട് പിന്നെ ഇവിടുത്തെ വെള്ളം കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കില്ലേ, അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നല്ല മഴക്കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവർ ആ വെള്ളമാണ് ഉപയോഗിക്കുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴവെള്ളം കഴിഞ്ഞ് ഉപ്പ് വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യണ പരിപാടിയായിട്ടത്. അപ്പോൾ അതിനുള്ള സാധനമാണ്. ഈ കനാലില്ലേ, ഇത് ഫുള്ള് ചെളിയാണ്. പക്ഷേ ഇതിൽ നല്ല മീനുണ്ട്, നല്ല ബ്രാലിൻ്റെ കുട്ടികളും ബ്രാലിനൊക്കെ കാണുന്നുണ്ട്. ബ്രാലിനൊക്കെ പിടിക്കാനൊക്കെ അറിയണവരൊക്കെ വന്നിട്ട് ചൂണ്ടാൻ പറ്റിയ അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലം. ഈ കാണുന്ന ചെറുവഞ്ചിയില്ലേ, ഈ കാണുന്ന ചെറുവഞ്ചിയിലാണ് ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ഇവിടെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ മീന് വലിയ കാര്യമായിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ കാണുന്ന ചെറുവഞ്ചിയില്ലേ, ഈ ചെറുവഞ്ചിയിലാണ് ഇവിടെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇവരിൽ ഉപയോഗിക്കുന്ന വല, മറ്റേ ഈ പുഴയിൽ നീളത്തിലിടുന്ന വല ഉണ്ടല്ലോ, ആ വല ഇട്ടിട്ടാണ് ഒരു മീൻ പിടിക്കുക ഏറ്റവും മുതൽ. പക്ഷെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാടത്തുനിന്ന് വരുന്ന മെയിൻ വെള്ളം ഉണ്ടല്ലോ, മൊത്തം പുഴയിലേക്ക് ഒഴുകുന്നത് ഈ ഒരു കെട്ടിൻ്റെ അവിടെ വഴിയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നല്ല അടിയൊഴുക്കുണ്ട്, സംഭവം നല്ല അടിയൊഴുക്കുണ്ട്. പക്ഷെ വലക്കാരും ചൂണ്ടക്കാരൊക്കെ ഒരുപാട് മീൻ പിടിക്കുന്ന സ്ഥലം. ഒരുപാട് ആൾക്കാർ വന്ന് മീൻ പിടിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ ഈ റോഡില്ലേ, ഈ റോഡ് കണ്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വഴിയാണ് ഇങ്ങനെ ഇറങ്ങി വരണ്ടേ, ഈ റോഡ് കണ്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പിടിച്ച മീനുകളുണ്ടല്ലോ, പുഴമീനൊക്കെ അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അവിടെ പോയിട്ട് മീൻ മേടിക്കണം എന്നുണ്ടെങ്കിൽ മീൻ മേടിക്കുക. പിന്നെ വിലയുടെ കാര്യം എനിക്കറിയില്ല, എങ്ങനെയാണെന്നുള്ള അറിയില്ല. ഇവിടുത്തെ മീൻപിടുത്തക്കാർ അവിടെ ഷോപ്പിൽ കൊണ്ടിട്ട് വിൽക്കണമെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനത്തെ വഞ്ചിയിലാണ് ഒരു മീൻ പിടിക്കണത്. പിന്നെ വലക്കാരുണ്ട്, പിന്നെ ചൂണ്ടക്കാരുണ്ട്. അവരൊക്കെയാണ് ഇവിടെ മീൻപിടുത്തം മെയിനായിട്ട് കാണുന്നത്. എന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല ക്ലൈമറ്റാണ്. തൊട്ട മുന്നിൽ തന്നെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തുതരാം. തൊട്ട മുന്നിലൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള അടിപൊളി സ്ഥലം. അവിടെ വന്നിരുന്നിട്ട് പിള്ളേർ കളിക്കാനും ഈ കയാക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ, ആ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ മഴ കുറച്ച് സ്ട്രോങ് ആയ കാരണം കയാക്കൊക്കെ സ്റ്റോപ്പ് ചെയ്തേക്കുന്നതാണ് അറിഞ്ഞത്. പുഴയിലേക്കുള്ള കയാക്കിങ് ഉണ്ടല്ലോ മറ്റേ അത്, ആ സംഭവമൊക്കെ സ്റ്റോപ്പ് ചെയ്തെന്നാണ് അറിഞ്ഞത്. മുമ്പ് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല സ്ഥലമാണ്, കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ്, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി പ്ലേസാണ്. 2-3 വിഷ്വൽസിൻ്റെ അടിയിൽ ഞാനിടാം. അപ്പോൾ എല്ലാവരും കെട്ടിങ്ങനൊക്കെ ഒന്ന് വന്നിട്ടൊന്ന് നോക്കുക. മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ മഴക്കാലത്ത് ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നിട്ടൊന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു. പിന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന സ്ഥലമല്ലേ, ഇതിൻ്റെ അടുത്ത ഭാഗമാണ്, പക്ഷേ കെട്ടിൻ്റെയൊക്കെ അടുത്തുള്ള ഭാഗമാണ്. ഇവിടെ നമ്മൾ ചൂണ്ടാൻ വേണ്ടി വരണം. കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടലും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ വന്നിട്ട് ഒരു ചെറിയൊരു ചൂണ്ടൽ പരിപാടി ഇവിടെ നടത്തിയിട്ട് പോകണം. ഇപ്പോൾ നമുക്കിവിടെ അധികം നിൽക്കാൻ പറ്റില്ല, കാരണേ നിങ്ങൾ കണ്ടോ, ഇവിടെ നിന്ന് നോക്കിയാണ്ട കറുത്ത് എടുക്കുന്നുണ്ടല്ലോ, ഈ കറുത്ത കളറിൽ ഈ കാണണില്ലേ, നല്ല അടിപൊളി മഴ വരാൻ പോകുന്നുണ്ട്. മഴ എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിട്ടില്ല മഴയെന്ന് തോന്നുന്നുണ്ട് വരാൻ പോകുന്നത്. ഇതിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ കുടയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അവിടെ എവിടെയെങ്കിലും കയറി നിൽക്കണം. എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകണം. അപ്പോൾ ഞാൻ ഈ മഴയുടെ വിഷ്വൽസും മഴ ടൈമിൽ ഇവിടെ എങ്ങനെയാണ് കാണാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ അതിൻ്റെ അടിയിലിടാം. ഞാൻ കണ്ടുകൂട്ടാ നല്ല മഴ ടൈമിൽ ഈ ഭാഗം എങ്ങനെയാണ് കാണുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ്. അവിടെ വന്നിരുന്നിട്ടുണ്ടല്ലോ, നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ചൂണ്ടാനും അതുപോലെ മീൻ പിടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അടിപൊളി സ്ഥലം.
പ്രത്യേക ഒരു വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ നല്ല മഴയുടെ വിഷ്വൽസ് നട്ടു കേട്ടോ. നല്ല മഴയാണ്. മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 4 ഷട്ടർ തുറന്നിട്ടുണ്ട്. എൻ്റെ കെട്ടിൻ്റെ 4 ഷട്ടർ തുറന്നിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തില്ലേ 4 ഷട്ടറുണ്ട്. 5 ഷട്ടർ ഓപ്പണാണ്, തുറന്നിട്ടിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് പാടത്തൊന്നും അധികം വെള്ളമില്ല. പക്ഷെ ഇവിടെ മഴ പെയ്ത വെള്ളം ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ മീൻപിടുത്തക്കാർ ഒരുപാടുണ്ട്, നിറച്ച് മീൻപിടുത്തക്കാരാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡില്ലേ, ആ കാണുന്ന ഭാഗമല്ലേ, ആ കാണുന്ന ഭാഗത്ത് അവിടെ ഫുള്ള് മീൻ പിടിക്കുന്ന ആൾക്കാരാണ്. അവിടെ ഫുള്ള് ഈ ചൂണ്ടക്കാരും വലക്കാരും വന്ന് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളീ പറഞ്ഞ പോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളിൽ കുടം കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇതുവഴി വന്നപ്പോൾ ഒന്നും ഇങ്ങനെ ഇറങ്ങിയതാണ്, മീൻ പിടിക്കാണ്ടപ്പോൾ ഇറങ്ങിയതാണ്. ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. നല്ല മഴക്കാറുണ്ടാവും, നല്ല ഗംഭീര മഴ വരാൻ പോണ്. ഈ സാധനം ഇവിടെ വന്ന് പെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പം ഇന്ന് യെല്ലോ അലർട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ മൊത്തം. ഇത് നേരെ പാടത്തേക്ക് പോകണ വഴിയുണ്ടാ. നമ്മളെ കെട്ടിൻ്റെ അവിടെ നിന്ന് ഈ കെട്ടിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നിന്ന് വന്നിട്ട് നമ്മൾ നേരെ ഈ പാടം വഴിയാണ് അങ്ങോട്ട് പോകേണ്ടത്. പക്ഷെ അവിടെ ഫുള്ള് ചെളി കെട്ടി കിടക്കുകയാണ്, പോകാൻ പറ്റില്ല. പിന്നെ ഇതാണ് കെട്ടിൻ്റെ ഭാഗം ഉണ്ടാവും, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഈ റോഡുണ്ടല്ലോ, ഈ റോഡ് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാടത്ത് കൂടെയുള്ള വഴി തന്നെയാണ്. പക്ഷേ മൊത്തത്തിൽ ഇതുപോലെ മഴ പെയ്തപ്പോൾ വെള്ളം കെട്ടി കിടക്കുക. ഈ വെള്ളം നമ്മൾ ചാടി കടന്നങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നിറച്ച് പറഞ്ഞ പോലെ പാമ്പ്, തവള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല അധികം. പിന്നെ ഈ വഴിയാണ് ഇപ്പോൾ നമ്മളിങ്ങോട്ട് വന്നത്. ഇതാണ് കെട്ടിൻ്റെ ഭാഗം വരുന്നത്, ഇതാണ് കെട്ടിൻ്റെ ഭാഗം. നല്ല അടിപൊളി മഴക്കാറൊന്നും കേട്ടോ, നല്ല ഗംഭീര മഴക്കാറുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് കെട്ടിൻ്റെ അവിടെ കൊണ്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ റോഡ് നേരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ പാടത്തു കൂടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷെ പോണ വഴിയിലേ ഇതുപോലെ ഒരുപാട് ചെളിയുണ്ട്. പിന്നെ മാത്രമല്ല ഈ സൈഡിലും ഫുള്ള് കാട് പിടിച്ചെടുക്കുമ്പോൾ ഇതിനുള്ളിൽ ഈ തവളകളും പാമ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും കൊണ്ടൊക്കെ ക്രോസ് ചെയ്യും. അപ്പോൾ അത് കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ബൈക്കിന് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടയർ താന്നു പോകും. ഫുള്ള് ചേരലടിച്ചുള്ള കാരണം വെള്ളം കെട്ടി നിന്നിട്ട് ഫുള്ള് ചെളി കിടക്കാം. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് റിട്ടേൺ അങ്ങോട്ട് തിരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വഴിയുണ്ടാവും, ഈ ഒരു വഴിയുണ്ടാവും. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിലുള്ളതാണ്. ഈ വഴി നമ്മൾ നേരെ ഉണ്ടല്ലോ ഇങ്ങനെ തപ്പോട്ട് ഇറങ്ങിപ്പോവാം. ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ മീൻപിടുത്തക്കാരെ വലകളും വഞ്ചികളൊക്കെ ഉള്ളത് ഇതുവരെ ഉപയോഗിക്കുന്ന വലകളാണ്, മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലകളാണ് ഈ സാധനം. ഇതുവരെ ഈ വഞ്ചിയിലാണ് ഇവർ പോയിട്ട് മീൻ പിടിക്കാട്ടോ. ഇവിടെ നമുക്ക് അധികം ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മീൻ പിടിച്ചിട്ടുള്ള അതിലൊരു സംഭവം ഉണ്ടോ, അവിടെ അവർ പിടിച്ച മീൻ ലൈവായിട്ട് ഇവർ കെട്ടിയിട്ടുണ്ട്, വെള്ളത്തിൽ കെട്ടിയിട്ടുണ്ട്. നമുക്കത് പോയി കാണാൻ പറ്റില്ല. അവിടെ പോയിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ അതിനുള്ളിൽ ഒരു വെള്ളത്തിൽ മീനെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ഈ ഇങ്ങനത്തെ വഞ്ചിയിലാണ് ഒരു പോയിട്ട് മീൻ പിടിക്കുന്നത്. ഈ മീൻ പിടിക്കുന്ന വഞ്ചിയാണ് കാണാം കേട്ടോ. ചെറു വഞ്ചികളുണ്ടല്ലോ, തോണികൾ. ഈ ചെറിയ തോണികൾ ഈ ചെറിയ തോണികളിലാണ് പോകും മീൻ പിടിക്കാൻ. പങ്കായത്തിൻ്റെ പിടി നോക്കിയ PVC പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. സാധാരണ അതൊക്കെ വുഡിൻ്റെതാണ് വരിക, മരത്തിൻ്റെ തന്നെയാണ് വരിക. പക്ഷേ ഈ സാധനം ചെയ്തേക്കുന്നത് PVC പൈപ്പ് കൊണ്ടാണ്. ഇതാണ് വല, ഒരു പുഴയിലിടുന്ന വലയാണത്. ഈ വല പുഴയിലിങ്ങനെ നീളത്തിനിടും. ഈ അറ്റം മുതൽ ഇങ്ങനെ അറ്റം വരെ നീളത്തിനിട്ടിട്ട് അതിൽ വഞ്ചിയിൽ തട്ടിയിട്ടാണ് മീൻ പിടിക്കാൻ പരിപാടിക്ക് നടത്തുക. നമ്മൾ ഈ വഴി തന്നെ കയറി പോകണം മുകളിലേക്ക്. നല്ല അടിയൊഴുക്കുള്ള ടൈമാണ്. ഇപ്പോൾ പാടത്ത് കെട്ടി നിർത്തിയിട്ടുള്ള കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് മൊത്തം ഈ കെട്ടിൻ്റെ അടിയിൽ കൂടെ പുഴയിലേക്ക് പോകും. കെട്ടിൻ്റെ അപ്പുറത്തെ ഭാഗം പുഴ ഭാഗമായിട്ടാണ് വരുന്നത്. പുഴയാണ് ആ ഭാഗം. ഇത് നമ്മളെ ചാവക്കാട് കാഞ്ഞാണി റൂട്ടുണ്ടല്ലോ, ആ റൂട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ഏനമാവ് ഈ ഒരു കെട്ട് കാണാൻ പറ്റുക. ഗുരുവായൂരിൽ നിന്ന് നമ്മൾ ചാവക്കാട് വഴി കാഞ്ഞാണി വരുന്ന ഒരു റൂട്ടുണ്ടല്ലോ, അതിലാണ് ഈ ഒരു
കെട്ടിങ്ങൽ എന്ന് പറയുന്ന ഈ ഒരു ബണ്ട് ഉള്ളത്. അപ്പോൾ ഈ ഒരു വഴി യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണത്. ഇതിവിടുന്ന് നടന്ന് കാണാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മെയിൻ റൂട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മെയിൻ റൂട്ടിൽ നിന്ന് വരുന്ന വഴിയുണ്ടല്ലോ, ആ ഒരു വഴിയാണ് നമ്മൾ നേരെ ഈ പാടത്തോട്ട് വരുന്നത്. പാടത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മഴ പെയ്ത് ആകെ ചെളി കുത്തി കിടക്കുകയാണ്, വണ്ടിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അല്ലാത്ത ടൈമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാറിൽ തന്നെ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ പോയിട്ട് കാണാൻ പറ്റും. ഈ ഒരു വഴി ഈ കനാലിലോട്ട് ഇട്ടിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ബണ്ട് കെട്ടുക. വെള്ളം തടുത്ത് നിർത്താനുള്ള ബണ്ട് കെട്ടുന്ന ഒരു ഭാഗമാണിത്. അതുപോലെ ഈ ഒരു കാണുന്ന ഈ ഒരു പാടത്തിൻ്റെ ഈ വഴിയുണ്ടല്ലോ, ഈ വഴിയിലൂടെ നേരെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ പാടത്തുള്ള കൂടുതൽ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. ശരിക്കും പാടത്ത് കയറണം എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഈ കൃഷി കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വഴിക്ക് പോയാലേ പറ്റത്തുള്ളൂ. ഇപ്പം നല്ല മഴക്കാറുള്ള കാരണം നമുക്കങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. മൊത്തം ചെളി കൂടി കിടക്കുന്ന കാരണം അങ്ങോട്ട് നടക്കാനും പോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇവിടെ കണ്ടുവരുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ ഇവിടെ വന്നിട്ട് ചൂണ്ടക്കാരുണ്ട്, ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ വെള്ളം കെട്ടി നിർത്തുന്ന ഒരു സ്ഥലം ആയതുകൊണ്ടായിരിക്കാം ഇവിടെ ഒരുപാട് മീനുകൾ കാര്യങ്ങളുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ആളുകൾ ഒരുപാട് വന്നിട്ട് ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമല്ല, ഒരു ഈവനിങ് മോർണിംഗ് ടൈമിലാണ് കൂടുതലായിട്ട് ആളുകൾ ഉണ്ടാവുക. ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കോൾപ്പാടത്ത് എത്താൻ പറ്റും. പക്ഷേ നമുക്ക് ഈ ഒരു ടൈമിൽ പോകാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത് മഴ പെയ്ത് ചെളിയിട്ട് കിടക്കുകയാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴക്കാറുണ്ട്. ഈ കാണുന്ന കാർമേഘം മൊത്തം മഴക്കാറാണ്. മഴയൊക്കെ മാറിയിട്ട് നമ്മൾ എന്തായാലും ഇവിടെ വഴി പോയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ.